ഞാൻ ഇന്നൊരു ബനാന പുഡിംഗ് ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന നേന്ത്രപ്പഴവും കുറച്ച് നട്ട്സും നെയ്യുമാണ് എടുത്തത്. ഇതുപോലൊരു പാനിൽ ഞാൻ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ബനാനയും അതുപോലെ തന്നെ നട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഒരു 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല മഞ്ഞ കളറാവുന്ന വരെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ഇതുപോലൊരു പാനിൽ നമുക്കൊരു 250 ml പാലെടുക്കണം. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണെങ്കിൽ അതിൻ്റെ പകുതി പാല്. നമുക്കിതിലേക്ക് ഇനി വേണ്ടത് പാൽപ്പൊടിയാണ്. അത് നമുക്ക് ഒരു 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഞാനിതിലെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. മധുരത്തിന് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെറുതീയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നന്നായി കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ചൂടോടുകൂടി നമ്മുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണിത്. കണ്ടോ, അത് കുറുകി നല്ല സെറ്റായി. വാവ്, സൂപ്പർ.